നന്നായിട്ടുണ്ട്. താങ്ക് യു. ബിനോയ്, ഈ മാല എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അനു, വെഡിങ് റിംഗ് ഇത് മതിയൊന്നു നോക്കിയേ. ഇത് കൊള്ളാം. സെലക്ഷൻ ഒക്കെ എങ്ങനെയുണ്ട്? ഹാപ്പിയാണോ? ഒക്കെ ലേറ്റസ്റ്റ് കളക്ഷൻ. റിനേട്ടാ, ഇത് നമ്മുടെ സാംകുട്ടി സാറ്, നമ്മുടെ അനിതമോടെ ഫാദറ്. ഞാൻ സാംകുട്ടിച്ചായൻ കോട്ടയംകാരനാ. എങ്ങനെയുണ്ട്? മോക്ക് ഇഷ്ടായ? പണിക്കൂലിയൊന്നും നോക്കണ്ടട്ടാ, കാണിച്ചു കൊടുക്കടാ നമ്മുടെ കുട്ടിയെ. സാറേ ഒന്നേക്കുന്നേ, നമ്മുടെ മാപ്രാർത്തുന്ന ഒരാളെ കൊണ്ടുവന്നായിരുന്നല്ലോ. ആളൊരു പൊളിറ്റീഷ്യനാണേ. സാങ്കുട്ടി. അതന്നെ. എന്തുട്ടാ പറ്റിയേ? അറ്റാക്കണേ. അതെയോ? ആളുടെ മോളുടെ കല്യാണം നാളെയാണേ. അതെനിക്കറിയാലോ. ഇയാളെ ബാക്കി പറ. അത് തനിക്കറിയാന്ന് എനിക്കറിയോ. അത് കറക്റ്റാണല്ലോ. എന്നിട്ട് ആളുടെ കിടാവ് കല്യാണത്തിന് വെച്ച സ്വർണ്ണം അടിച്ചോണ്ട് കാമുകനോട് ഒറ്റ പുക പോയേ. എന്റെ ഇനി ആൾക്കാർ മൊത്തം എങ്ങനെ നോക്കും? ഞാനും എന്റെ കുടുംബം ചതിച്ചില്ലേ? അതിന്റെ മോള് ആരുടെ മൊത്തം നോക്കണ്ടോ? ഒന്ന് വണ്ടി വണ്ടി സ്വർണത്തിന്റെ കാശായിട്ട് ജ്വല്ലറിയിലേക്ക് വാ. അപ്പൊ തരേ പണയത്തിന് അവൾ ഓടിപ്പോയി. അങ്ങനെ എന്ത് ചെയ്ത് കേറാൻ ഒരു വക്കീലിനടുത്ത് ഞാൻ പിടിച്ചോണ്ട് ഓർത്തോളണം. മിണ്ടായിരിക്കണം. കട പൂട്ടിട്ട് ജോജി അങ്ങോട്ട് പോയേ. ജോസ് സാറ് സാറിന് തരായിട്ടൊരു ലെറ്റർ തന്നിരുന്നേ. 8 മണി കഴിഞ്ഞേ തരാമെന്ന് പ്രത്യേകം പറഞ്ഞതാ. പത്തോ? പ്രിയപ്പെട്ട റിനേട്ടൻ പലപ്പോഴും പറയല്ലേ, ജീവിതത്തിൽ ഒരു ടാർഗറ്റ് വേണം, എയിം വേണം എന്നൊക്കെ. ഇന്നിപ്പോൾ എൻ്റെ ജീവിതത്തിന് ഒരു എയിമുണ്ട് റിനേട്ടൻ. ഞാനും അനിതയും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. 3 ദിവസത്തെ പരിചയം ഞങ്ങൾ തമ്മിലുള്ളൂ. എന്നാലും സ്വർണത്തിനും പണത്തിനും ആക്രാന്തം കാണിക്കുന്ന വക്കീലിന്റെ മോനേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഞാനാണെന്ന് നമുക്ക് തോന്നി. അനിതയ്ക്ക് കൊടുത്ത 200 പവനും പിന്നെ നമ്മളെ സ്റ്റോറിൽ നിന്ന് ഒരു 150 പവനും ഞാൻ എടുത്തിട്ടുണ്ട്. അതിന്റെ പൈസ എൻ്റെ ആ ഫിക്സഡ് ഡിപ്പോസിറ്റ് റിനേട്ടൻ കുറച്ചാൽ മതി. ബാക്കി പൈസ ഈ ചൂടൊന്ന് മാറിയിട്ട് ഞാൻ വന്ന് വാങ്ങിക്കോളാം. ഞാൻ ഇല്ലാത്തതുകൊണ്ട് റിനേട്ടൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടെന്നുള്ളത് എനിക്കറിയാം. കുറച്ച് ദിവസം എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. റിനേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. റിനേട്ടൻ്റെ പ്രിയപ്പെട്ട ജോജു. ഇത്രയും രൂപയുടെ സ്വർണ്ണമൊക്കെ കടം കൊടുക്കാന്ന് പറഞ്ഞ കടം കൊടുത്തതല്ല സാറേ, സാർ ഇവന്റെ ജുവലറിന്ന് 50 പവൻ സ്വർണ്ണ കല്യാണാവശ്യത്തിനെന്നും പറഞ്ഞെടുത്തു വിചാരിക്കാം. പന്തലിലിടാൻ പെണ്ണിന് 100 പവൻ തരും. കല്യാണം കഴിഞ്ഞ് വൈകിട്ട് 50 പവൻ തിരിച്ചു കൊടുക്കണം. അതുകൊണ്ട് സ്വർണം വാങ്ങിക്കുന്നതിന് എന്താ ഗുണം? 100 പവൻ കൊടുത്ത് കല്യാണം നടത്തിയെന്ന് നാട്ടുകാർ മുഴുവൻ അറിയില്ലേ? അല്പന്മാരുടെ ഒരു കലാപരിപാടിയാണ് സാറേ. സ്വർണം കൊണ്ടുവരിക്കുന്ന ഒരു പെണ്ണ തൊട്ടാ പ്രശ്നമാ അല്ലേ സാറേ? പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മോന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. സ്ത്രീധനം ചോദിച്ചു വാങ്ങുന്ന ഒഫൻസ് ആണെന്ന് അറിയില്ലേ? ശവത്തി കുത്തല്ലേ സാറേ? മക ഉത്തരത്ത് തൂങ്ങാൻ നിൽക്കുക. ഞാൻ അവനെ എന്റെ ഭാര്യയെ ഏൽപ്പിച്ചിട്ടാ വന്നിരിക്കുന്നത്. എന്റെ ശരി സാറേ, എന്റെ ലൈഫിന്റെ പ്രശ്നമാണ്. 350 പവനൊക്കെ പോവാന്ന് പറഞ്ഞാൽ എന്റെ അടിത്തറ ഇങ്ങനെ കേസാണ്. സാർ ഏത് വഴിക്കെങ്കിലും എന്നെ സഹായിക്കേണ്ട സമയമാണ്. എന്തുട്ട് വർത്താന നീ പറയണേ? നിന്റെ ഈ സ്ഥാപനത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥക്ക് 350 പവൻ എന്ന് പറഞ്ഞ നിസ്സാരല്ലേ? മാട്ടുമൽ ജൂവലറി എന്ന് പറഞ്ഞ എന്തുട്ടാ? ഒരു ഷോടെ പുറത്ത് നിൽക്കണല്ലേ സാറേ? എന്റെ മൂലധനം എത്രയാന്ന് സാറിന് അറിയാവുന്നല്ലേ? 1 ഗ്രാം സ്വർണത്തിന് 100 പവന്റെ വില. ഇപ്പൊ ഇത് മിസ്സായ എനിക്ക് പിടിച്ചേക്കാൻ പറ്റില്ല സാറേ. മുതല് നഷ്ടപ്പെടുന്നവന്റെ ദണ്ണം ഇപ്പൊ നിനക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ? നീ ബേജാറാവണ്ട. ഞാൻ സെയ്തുവിനെ വിളിച്ചൊന്ന് സംസാരിക്കാം. അവന്റെ കാര്യത്തിലല്ലേ നിനക്ക് ടെൻഷൻ? അത് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. എന്ത് സാറേ? കൊണ്ടുപോയി സെയ്തു. 350 പവനും കൊണ്ട് അവന്റെ ഒപ്പം ഉണ്ടായിരുന്ന ആ കുള്ളനും ആ പെണ്ണും കൂടി മുങ്ങി. പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. സെയ്തു, നിനക്ക് അവൻ ടോട്ടൽ എത്ര രൂപ തരാനുള്ളത്? 1.5 കോടിയോളം വരും സാറേ. കേട്ടിട്ട് കൊതിയാവണു സെയ്തേ. ഇതൊരു സ്വയംഭം ചാൻസ് ആണ് അവനെ പിടിക്കാൻ. നീ പൂട്ടിക്കണം അവന്റെ കടുവ തേങ്ങ.
പാവം റിനിയെ കുറ്റപ്പെടുത്തിയിട്ട് എന്താ കാര്യം? നമ്മൾ ഓരോ തെണ്ടികളെ കണ്ണടച്ച് വിശ്വസിക്കുന്നു. തന്തയില്ലാത്തവന്മാര് പിന്നീന്ന് കഴുത്തറുത്ത് കൊണ്ടുപോകുന്നത് നമുക്കറിയില്ലല്ലോ. നമ്മുടെ ജോജുവിന്റെ കാര്യം. ജോജു ആ റിനിയോ ഇവിടെ അടുത്തുണ്ട്. പിന്നെ സെയ്തേ, ഞാൻ പറഞ്ഞത് മറക്കല്ലേ. മനസ്സറിഞ്ഞ് അവനെ സഹായിക്കേണ്ട നേരാ. ഇനി ഇങ്ങനെ ഒരു സാഹചര്യം കിട്ടില്ല അവനെ ഹെൽപ്പ് ചെയ്യാൻ. കൊടുക്കാം. സംസാരിക്കേ. സീതക ആ ലോനപ്പ സാറ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്റെ പാർട്ട്നേഴ്സ് ആകെ ഇടങ്ങേറായിക്കാണ്. ബാലൻസ് തരാനുള്ള 1.5 CR തിരിച്ചു തന്നില്ലെങ്കിൽ ഷോറൂമിലെ മുഴുവൻ ഗോൾഡും തിരിച്ചെടുക്കുന്ന ഓര് പറഞ്ഞു. പിന്നെ ലോനാപ്പ സാറ് പറഞ്ഞ സ്ഥിതിക്ക് മറ്റന്നാൾ കൊണ്ട് പ്രശ്നം തീർക്കണം. ഓക്കെ ശരി സാറേ, മറ്റന്നാൾ ചെയ്തുണ്ട്. ചെയ്തു കുറച്ച് ചൂടിലാണല്ലേ? അപ്പൊ നിന്റെ 20 സെന്റ് പുരയിടം പോവല്ലോടാ റിനിയെ. അവന്റെ കാശ് കൃത്യമായിട്ട് അടച്ചു തീർക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ. വിറ്റ കാശ് മുഴുവൻ പബ്ലിസിറ്റിക്ക് ഇറക്കിയിട്ടല്ലേ മുതലാളി ഒന്ന് പിക്കപ്പ് ആക്കി എടുക്കണേ. ഉള്ളത് പറയാലോ. നിന്റെ ആ ജുവലറിയുടെ പരസ്യം ഉണ്ടല്ലോ, അത് ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. നീ തോളുമ്മ കൈയിട്ട് നിൽക്കണ കടുവില്ലേ, അത് ഒറിജിനല. പൊട്ടനെ ചെട്ടി ചതിച്ച ചെട്ടിയെ ദൈവം ചതിക്കുന്ന. നീ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടോ? വെറുതെ ഒന്ന് ആലോചിച്ചു നോക്കി. എന്തായാലും സാറേ, ഞാൻ അങ്ങോട്ട് സ്കൂട്ടാവുക. സാറിന്റെ തടിക്ക് കേടുപറ്റാത്ത എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്തു കൊടുത്തേക്ക്. പാവം നിക്കണ നിൽപ്പ് കണ്ട അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ. അല്ല, ഞാൻ അങ്ങനെ ഒരു അണ്ണാനെ കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു ചൊല്ലുണ്ട്. എന്താ ചെയ്യ, പാവം അണ്ണാൻ. സാറേ ഒരു മിനിറ്റ്. ഈ 2 ഉറുപ്പ് എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയോ സാറിന്? എന്റെ അപ്പന്റെ പൊടി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കയറ്റിയപ്പോ പോക്കറ്റിൽ കിടന്ന പുള്ളിയുടെ അവസാനത്തെ സമ്പാദ്യത്. ഇതിങ്ങനെ നെഞ്ചത്തൊട്ടിച്ചിട്ട് ഈ അഭ്യാസം മുഴുവൻ കാണിച്ചിട്ടല്ലേ? ഇതൊരു ധൈര്യ സാറേ. പിന്നെ സാറേ, ഇൻ കേസ് ഇപ്പൊ അകത്ത് പോയാ ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ലേട്ടാ. സാറ് വടക്കഞ്ചേരി ഇരിങ്ങാലക്കുടിക്ക് ട്രാൻസ്ഫർ അടിച്ചത് പ്രസിഡന്റിന്റെ ഗോൾഡ് മെഡൽ ഉണ്ടാക്കാനൊന്നല്ലോ. ദിവാറിന്റെ കൊലക്കേസ് ഹാൻഡിൽ ചെയ്യാനും ഈ ലോനപ്പന്റെ ഫൈനാൻസ് കളക്ട് ചെയ്യാനല്ലേ അല്ലേ? എന്താ റീനി നീ ഇമാരി വർത്താനം പറയണത്? ഞാൻ ഇക്കാര്യത്തിൽ ഹെൽപ്ലെസ് ആണ്, അത് നീ മനസ്സിലാക്ക്. അതോടെ കിട്ടെ. പിന്നെ എന്റെ 350 പവൻ കൊണ്ടുപോയി ചെറ്റയുടെ കാര്യം അത് സാറ് വിട്ടേക്കേ, അത് ഞാൻ നോക്കിക്കൊണ്ട്. പിന്നെ ലോനപ്പൻ സാറേ, സേത് നമ്മടെ മാട്ടുമ്മ ജ്വല്ലറി നാളെ പൂട്ടിയ മറ്റന്നാ ടിയാന ജ്വല്ലറി ഇനി പൂട്ടിക്കൂട്ടാ. നമുക്കൊരുമിച്ച് ജയിലിൽ പോയിട്ട് ചെസ് കളിക്കാം സാറേ. പിന്നെ ഇന്ന് ഗെയിം പറഞ്ഞുതരാൻ ഈ ശശി സാർ പോരട്ടെ. എന്നാ പറഞ്ഞിട്ടാ ഇങ്ങോട്ട് വിട്ടാലോ? ആയിക്കോട്ടെ. ഇപ്പൊ ഞാൻ കണ്ടുട്ടാ അണ്ടി പോയാണെന്ന് എന്തുട്ടാന്ന്. ശരിയെന്നാ.